അസ്സലാമു അലൈക്കും. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ ഖുറാനെ പുതിയ രൂപത്തിലാക്കി മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെൻ്റെ ഒരു കസ്റ്റമറുടെ വർക്കും കൂടെയാണ് കേട്ടോ. ഈ ഒരു കസ്റ്റമർ ഉള്ളത് മലപ്പുറത്താണ്, ഞാൻ ഇവിടെ കോഴിക്കോടും. അപ്പോൾ അവർ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊറിയർ വഴിയാണ് അയച്ചു തന്നത്. അങ്ങനെ ഖുറാൻ എൻ്റെ കയ്യിൽ കിട്ടി, ഞാനത് നോക്കി. അപ്പോൾ നല്ല പോലെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പോന്നിട്ടുണ്ട്. ഒരു പഴയ ഖുറാനെ പുതിയ രൂപത്തിലാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. കാരണം പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കീറിപ്പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചട്ടഭാഗം ഇതിൽ നിന്ന് വിട്ടിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമുക്ക് ഈ ഖുറാനെ പുതിയതാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഖുറാൻ ഉണ്ടാക്കുമ്പോഴായാലും തൊടുമ്പോഴായാലും നല്ല വുളുവോട് കൂടി തൊടണം കേട്ടോ. ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ള ഖുറാനും അതുപോലെ അതിൻ്റെ പേപ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഭാഗവും വേർപ്പെടുത്തണം. കാരണം ചട്ടഭാഗം നമുക്ക് ഫസ്റ്റ് കവർ ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ മേലേക്കുള്ള പോർഷൻസ് തൊടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പേപ്പേഴ്സ് കാര്യങ്ങൾ പോകുന്നതൊക്കെ ഖുറാൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചട്ടഭാഗം കവർ ചെയ്യാം. ഇത് കവർ ചെയ്യാൻ ആവശ്യമായ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഖുറാൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഏത് സൈസിലുള്ള ഖുറാനാണോ അതനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ 4 കോർണർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉൾഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഉള്ളിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ടാണ് ഖുറാൻ്റെ പേജസ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷേ ഓണാക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിലും കൂടെ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ അവർ പറഞ്ഞതായിരുന്നു അവരുടെ പേരും ഇതിൽ ഖുറാൻ തുടങ്ങുന്ന സ്ഥലത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 220 GSM വരുന്ന പേപ്പറാണ് ഞാൻ അപ്പുറം ഇപ്പുറമായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഖുറാൻ്റെ ചട്ടഭാഗം ഒന്നും കവർ ചെയ്തെടുക്കാം. വെൽവെറ്റ് ക്ലോത്ത് ആട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 സൈഡിലും ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലെ പോർഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ 220 GSM വരുന്ന പ്രിൻറ്റഡ് ഷീറ്റാണ്. അതിൻ്റെ ഒരു സൈഡിൽ പ്രിൻ്റാണ്, മറു സൈഡിൽ വൈറ്റാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് കളർ മതി. അപ്പോൾ ഞാൻ പ്രിൻ്റ് സൈഡിൽ ഫെവിബോണ്ട് പറഞ്ഞ ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 4 സൈഡിലും സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഖുറാൻ്റെ ഔട്ടർ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഖുറാനും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഖുറാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സൈഡിലും ആക്രിലിക്കിൽ വരുന്ന കട്ടിങ്സ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നടുവിലായിട്ട് അള്ളാഹു നീതി ഒരു ആക്രിലിക് കട്ടിങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഖുറാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ഫിനിഷിങ്ങിലായിട്ട് പഴയ ഖുറാൻ പുതിയതാക്കി മാറ്റിയതിൻ്റെ വീഡിയോ ആണിത്.